Hello everyone, welcome to Kids Area Online. Class 5 ഓണം എക്സാം ഇന്ന് ഇംഗ്ലീഷ് ആയിരുന്നു. ടേം 1 എക്സാം ഇംഗ്ലീഷ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? ആൻസേഴ്സ് നോക്കാവോ? നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ ക്ലാസ് 1 മുതൽ ക്ലാസ് 5 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സ്റ്റോറി നൽകിയിട്ടുണ്ടായിരുന്നു. ഡീപ്പ് ഇൻസൈഡ് എ ജംഗിൾ there was a special school for animals. കാടിൻ്റെ ഉള്ളിലായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു. The school was called Jungle School. ആ സ്കൂളിനെ ജംഗിൾ സ്കൂൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. A wise old elephant was the headmaster. A clever owl was the teacher. അവിടെ വിവേകിയായിട്ടുള്ള ഒരു പ്രധാന അധ്യാപകൻ ആരാണ്? എലിഫൻ്റ് ആയിരുന്നു. നല്ല വിവേകം, അറിവുള്ള ആള്. ക്ലെവർ ആയിട്ടുള്ള നല്ല അറിവുള്ള മറ്റൊരു അധ്യാപകനാണ്, ബുദ്ധിയുള്ള മറ്റൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ആരാ? ഔൾ. ഹെഡ് മാസ്റ്റർ എലിഫൻ്റ് ആയിരുന്നു, വയസ്സായ ഒരു ഓൾഡ് എലിഫൻ്റ് ആണ്. ടീച്ചർ ഔളാണ്. എവറി മോർണിംഗ് യങ് അനിമൽസ് കെയിം ടു ദ സ്കൂൾ. എല്ലാ ദിവസവും രാവിലെ ചെറിയ അനിമൽസൊക്കെ എന്ത് ചെയ്യും? സ്കൂളിൽ വരും. ദ മങ്കീസ് ലേൺഡ് കൗണ്ടിങ്. കുരങ്ങന്മാർ എന്താ പഠിച്ചത്? കൗണ്ടിങ് എണ്ണാനാണ് പഠിച്ചത്. ദ പാരറ്റ്സ് പ്രാക്ടീസ്ഡ് റീഡിങ്. തത്തകൾ എന്താണ് പരിശീലിച്ചത്? വായിക്കാനായിട്ടാണ്, റീഡിംഗ് ആണ്. ആൻഡ് ദ റാബിറ്റ്സ് എൻജോയ്ഡ് ഡ്രോയിങ്. മുയലുകൾ എന്തായിരുന്നു വരച്ചിരുന്നത്? വരയ്ക്കുകയാണ് എൻജോയ് ചെയ്തിരുന്നത്, വരയ്ക്കുന്നതിലായിരുന്നു. അപ്പോൾ ഇതിൽ മങ്കി കൗണ്ടിങ് ആണ്, പാരറ്റ്സ് റീഡിംഗ് ആണ്, റാബിറ്റ്സ് ഡ്രോയിങ് ആണ്. ഡ്യൂറിങ് ബ്രേക്ക് ടൈം, ഇടവേള സമയത്ത് ദ ആനിമൽസ് പ്ലേ ടുഗദർ അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. പൊക്കമുള്ള മരങ്ങളുടെ ചുവട്ടിലെ തണലിലാണ് ഈ ബ്രേക്ക് ടൈമിൽ, ഇടവേള സമയത്ത് മൃഗങ്ങൾ കളിച്ചിരുന്നത്. ജംഗിൾ സ്കൂൾ വാസ് എ വണ്ടർഫുൾ പ്ലേസ് ഫുൾ ഓഫ് ഫൺ. എല്ലാ മൃഗങ്ങളും പഠിക്കാൻ വേണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ജംഗിൾ സ്കൂൾ. പിന്നെയോ വേർ എവറി ആനിമൽ ലവ് ടു ലേൺ. എല്ലാ മൃഗങ്ങൾക്കും പഠിക്കാനും എന്തായിരുന്നു അവിടെ? ഇഷ്ടമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ സ്കൂൾ? നെയിം ഓഫ് ദ സ്കൂൾ എന്തായിരുന്നു? ജംഗിൾ സ്കൂൾ. മാച്ച് ദ ഫോളോയിങ് ആനിമൽസ് വിത്ത് ദ ആക്ടിവിറ്റീസ് ദ എൻജോയ്ഡ്. മങ്കി എന്താ ചെയ്തേ? കൗണ്ടിങ്. പാരറ്റ് റീഡിങ്. റാബിറ്റ് ഡ്രോയിങ്. അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ്? കൗണ്ടിങ്. സി ആണ്. പാരറ്റ് റീഡിങ്. അപ്പോൾ CAB വരുന്നതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. Where did the animals play during break time? ഇടവേള സമയത്ത് എവിടെയാണ് മൃഗങ്ങൾ കളിച്ചിരുന്നത്? Under the shade of tall trees. How was jungle school described in the passage? ഈ ജംഗിൾ സ്കൂളിനെ പാസേജിൽ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? വണ്ടർഫുൾ ആൻഡ് ഫുൾ ഓഫ് ഫൺ. വണ്ടർഫുള്ളും ഫൺ നിറഞ്ഞതുമായിട്ടുള്ള സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. If you were a student of jungle school, what would you like to learn? നിങ്ങൾ ജംഗിൾ സ്കൂളിൽ ഒരു കുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാനായിരുന്നു ഇഷ്ടം? I would like to learn drawing, reading, counting, എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. ദ ലിറ്റിൽ ട്രെയിൻ കണ്ടിന്യൂസ് ഹെർ ജേർണി. ഓൺ ദ വേ ഷീ റീച്ച്ഡ് എ ബ്യൂട്ടിഫുൾ വാലി. ഡിസ്ക്രൈബ് ദ സീൻ അറൗണ്ട് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് എഴുതാനാണ്, വിവരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൈയിങ് പറക്കുക. സ്വിങ്ങിങ് ആടുക. ഷൈനിങ് തിളങ്ങുക. പഫിങ് പുകവിടുന്നത്. ഇതാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വിവരിച്ചെഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഫ്ലൈ ചെയ്യുന്നത്, ആരാണ് സ്വിങ് ചെയ്യുന്നത്, ആരാണ് ഷൈനിങ് ചെയ്യുന്നത്, ആരാണ് പഫിങ്, ഇതൊക്കെ ചേർത്തിട്ട് എഴുതുക. തോട്ട്സ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. ഇതിലേതെങ്കിലും ഒരു തോട്ട് എഴുതുക. 3A അല്ലെങ്കിൽ 3B. 3A, Chester Raccoon went to the school. His mother, Miss Raccoon, sat alone in her house. She was worried about her son. She hoped Chester would do well in all activities at school. What would be the thoughts of Miss Raccoon? മിസ് റാക്കൂണിൻ്റെ ചിന്തകൾ എന്താണ്? ചെസ്റ്റർ റാക്കൂൺ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടാവും, നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഹോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ തോട്ട്. അതങ്ങനെ മിസ് റാക്കൂണിൻ്റെ തോട്ട് എഴുതാനാണ്. മോൻ സ്കൂളിൽ പോയി ചെസ്റ്റർ റാക്കൂൺ സ്കൂളിലായിരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും വന്ന ചിന്തകൾ.
B question. On the other side of the mountain, the boys and girls were eagerly waiting for the little train carrying fruits and toys. Even after waiting for a long time, the little train did not arrive. They became sad. അപ്പോഴുണ്ടാവുന്ന ചിന്തകൾ എന്താണ് എന്നാണ് 3B ക്വസ്റ്റ്യൻ. ഒന്നുകിൽ 3A എഴുതാം അല്ലെങ്കിൽ 3B എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ ആയിരുന്നു. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. ഒന്നുകിൽ 4A എഴുതാം അല്ലെങ്കിൽ 4B എഴുതാം. Chester Raccoon returned home from school. Miss Raccoon was eager to know about his first day at school. Chester shared his experiences with her. What would be the conversation between them? Write at least 5 exchanges. 5 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതിയിൽ എഴുതണം എന്നാണ് പറയുന്നത്. 4B, the little train was carrying fruits and toys. Suddenly the train stopped. The clown and the animals climbed out of their cars. The clown quickly ran towards the engine. What would be the conversation between the clown and the little train? Write at least 5 exchanges. 5 പ്രാവശ്യം clown, the little train 1 ആയി, അതുപോലെ 5 പ്രാവശ്യം. അങ്ങനെ കോൺവെർസേഷൻ എഴുതാനായിരുന്നു 4B. അഞ്ചാമത്തത് എഡിറ്റിംഗ് ആണ്. Read and edit the following. A lion was sleeping to the forest അല്ല, in the forest. ഏഴത് in the forest. അടുത്ത സെൻറ്റൻസ് തുടക്കമായതുകൊണ്ട് സ്മോൾ എ അല്ല ക്യാപിറ്റൽ എ. എ മൗസ് റാൻ ഓൺ ഹിം. ദ ലയൺ കോട്ട് ദ മൗസ് ബട്ട് ഹിം ലെറ്റ് ഗോ അല്ല, ലെറ്റ് ഹിം ഗോ. അതാണ് ആൻസർ. വൺ ഡേ എ ഹണ്ടർ. ഹണ്ടറിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, HUNTER. ട്രാപ്പ് ദ ലയൺ ഇൻ എ നെറ്റ്. ദ മൗസ് കട്ട് ദ നെറ്റ് ആൻഡ് സേവ്ഡ് ദ ലയൺ. ദ ലയൺ ആൻഡ് ദ മൗസ് ബിക്കെയിം ഫ്രണ്ട് അല്ല, രണ്ടുപേരായപ്പോൾ ഫ്രണ്ട്സ്. ഇതായിരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6th one. Complete the crossword puzzle using the hints given below. Down, a vehicle that runs on tracks. ട്രാക്കിൽ കൂടെ പോകുന്ന വെഹിക്കിൾ ഏതാണ്? ട്രെയിൻ. ട്രെയിനാണ് 1 down. TRAIN. You use it when it rains. മഴയത്ത് യൂസ് ചെയ്യുന്നത് എന്താണ്? അംബ്രല്ല. UMBRELLA. Across. A place where children learn. കുട്ടികൾ പഠിക്കുന്ന സ്ഥലം ഏതാണ്? സ്കൂൾ. 2. SCHOOL. സ്കൂൾ. എ പേഴ്സൺ യു ലൈക്ക് ആൻഡ് ട്രസ്റ്റ്. നമ്മൾ ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നത് ആരാണ്? ഫ്രണ്ട്. 3. Across. FREIND. ഫ്രണ്ട്. ഇറ്റ് ഷൈൻസ് ഇൻ ദ നൈറ്റ് സ്കൈ. രാത്രി തിളങ്ങുന്നത് എന്താണ്? മൂൺ. 5. Across. MOON. മൂൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിന് ഉത്തരം എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സ്കൂൾ, ഫ്രണ്ട്, മൂൺ. 6th ക്വസ്റ്റ്യനും എല്ലാവർക്കും ഈസി ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇനി വേഗത്തിൽ അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചോളൂ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.